കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് എന്നെ കാണാൻ വന്നായിരുന്നു. അവൻ അവധിക്ക് നാട്ടിൽ വന്നാണ്. ഡൽഹിയിൽ സെറ്റിൽഡാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, "നീ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്?" അവൻ പറഞ്ഞു, "ഞാൻ തൈക്കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു." അപ്പോൾ ഞാൻ പറഞ്ഞു, "തൈക്കൊടുത്താൽ അത് എൻ്റെ പാരിഷാണല്ലോ, എന്താ അവിടെ പരിപാടി?" എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, "അച്ഛാ, ഭാഗ്യമുള്ള അച്ഛാ, ആ നാട്ടിലല്ല അജന ജോർജ്. അപ്പോൾ അജന ജോർജിൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്." അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, അജന ജോർജ് എൻ്റെ നാട്ടുകാരിയാണ്. എൻ്റെ പള്ളിയുടെ സിംതേരിലാണ് അടക്കിയിട്ടുള്ളത്. പലതവണ, ഒരുപാട് തവണ പള്ളിയുടെ മുന്നിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അജന ജോർജിൻ്റെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ദൂരത്ത് നിന്ന്, ഡൽഹിയിൽ നിന്ന് എൻ്റെ സുഹൃത്ത് അജന ജോർജിൻ്റെ കുഴിമാടത്തിലേക്കൊന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭാഗ്യത്തിന് അവനോട് ചോദിച്ചില്ല, അച്ഛൻ അജന ജോർജിൻ്റെ കുഴിമാടത്തിൽ പോകുമെന്ന് ചോദിച്ചില്ല. ചോദിച്ചെങ്കിൽ ഞാൻ ചമ്മിപ്പോവാനെ. അജന ജോർജിനെക്കുറിച്ചും അജന ജോർജിൻ്റെ ദൈവകാരുണ്യ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ മുറ്റത്ത് കിടക്കുന്ന അവളുടെ കല്ലറയിൽ ഒരു തവണ പോലും ഞാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. അതൊരു സങ്കടകരമായ കാര്യമാണ്. എനിക്കൊരു ചെറിയൊരു കുറ്റബോധമൊക്കെ ഉണ്ടായി. നമ്മളങ്ങനെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന സൗഭാഗ്യങ്ങളെ കാണാറില്ല എന്നുള്ളതാണ്. പക്ഷെ വളരെ ദൂരത്തുനിന്ന് പോലും ആൾക്കാർ ചിലപ്പോൾ അത് കാണാൻ വരും. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, അവരുടെ വാല്യൂ ഒക്കെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഇത് ഗോസ്പൽ സിറ്റുവേഷൻ അത് തന്നെയാണ്. ഈശോ എല്ലാ നാട്ടിലും ചെന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, ജനക്കൂട്ടം അവൻ്റെ പ്രസംഗം കേൾക്കാൻ കൂടുന്നു, അത്ഭുതങ്ങൾ തേടിപ്പോകുന്നു. പക്ഷെ സ്വന്തം നാട്ടിൽ ഈശോ വന്നപ്പോൾ സിറ്റുവേഷൻ മോശമാണ്. നേരെ റിവേഴ്സിലാണ് കാണുന്നത്. അവിടുത്തെ ആൾക്കാർ വിസ്മയിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് പുച്ഛഭാവത്തുള്ള ചോദ്യങ്ങളാണ്. ഇവന് എവിടെ നിന്ന് കിട്ടി? ഇവനിലൂടെ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? ഇവൻ ആ മരപ്പണിക്കാരൻ്റെ മകനല്ലേ? ഇവൻ്റെ സഹോദരനോടെ കൂടെയില്ലേ? ഇങ്ങനെ ഒരു അൾട്ടിമേറ്റ് പുച്ഛത്തോടുള്ള ചില ചോദ്യങ്ങളാണ്. കാരണം ഇവന് നമുക്കറിയാം, ഇവൻ നമ്മുടെ കൂടെ വളർന്നവനല്ലേ. ഇവനെങ്ങനെയാണ് രക്ഷകനാകുന്നത്? ഇവനെങ്ങനെ മിശികയാകുന്നത്? ഇവനെങ്ങനെ അത്ഭുത പ്രവർത്തനാകുന്നത്? ഇതാണ് നാട്ടുകാരുടെ ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? ഈശോക്ക് അവിടെ ഏതാനും പേരുടെ തലയിൽ കൈവച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റൊരു അത്ഭുതവും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പറയാം. അവരുടെ വിശ്വാസരാഹിത്യത്തിൽ ഈശോ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് സുവിശേഷം അവസാനിക്കുന്നത്. വിശ്വാസരാഹിത്യം, അൺബിലീഫ്. നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഒരു വിശ്വാസിക്ക് സംശയങ്ങളുണ്ടാവാൻ നല്ലതാണ്. ഈ ഡൗട്ടും അൺബിലീഫും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഡൗട്ട് എന്ന് പറയുന്നത് അതൊരു വിശ്വാസിക്ക് ഉണ്ടാകുന്നൊരു കാര്യമാണ്. അത് അവൻ അനുഭവിക്കുന്ന സ്ട്രഗിളാണ് ഡൗട്ട് എന്ന് പറയുന്നത്. പക്ഷേ അവിശ്വാസം എന്ന് പറയുന്നത് അതൊരു അൺബിലീവറിന് ഉണ്ടാകുന്നൊരു സാധനമാണ്. അവിശ്വാസിക്ക് ഉണ്ടാകുന്നൊരു കണ്ടീഷനാണ് ശരിക്കും അൺബിലീഫ് എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് റെഫ്യൂസൽ ടു ബിലീവ് എന്ന് പറയാം. അൺബിലീഫ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻഡ് റെഫ്യൂസൽ ടു ബിലീവ്. നിർബന്ധപൂർവം ഞാൻ വിശ്വാസത്തെ നിരാകരിക്കുന്നു. അതാണ് അൺബിലീഫ് എന്ന് പറയുന്നത്. ബോധപൂർവം ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയാം. അതൊരു 10 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായ വയലിനിസ്റ്റുമാർ, അവർ ഭയങ്കര അഭിമാനത്തോട് പറഞ്ഞൊരു കാര്യമാണ്. 10 വർഷം മുമ്പ് അവർക്ക് ബാംഗ്ലൂർ ഒരു കൺവെൻഷന് പോയി. അവർ വയലിൻ വായിക്കാനാണ് പോയത്. അപ്പോൾ ബെന്നി ഹിൻ എന്ന് പറഞ്ഞാൽ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പ്രീച്ചറാണ് കൺവെൻഷൻ വന്നിരിക്കുന്നത്. 19,000 പേരാണ് ഓഡിയൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കൊയർ ഗ്രൂപ്പ് തന്നെയുണ്ട്. 100 പേരുള്ള ഓർക്കസ്ട്ര ഗ്രൂപ്പാണ് ഉള്ളത്. ഈ ബെന്നി ഹിൻ എന്ന് പറഞ്ഞത് പ്രീച്ചർ മാത്രമല്ല, വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു മിറക്കിൾ വർക്കറാണ്. ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും മനുഷ്യൻ്റെ അടുത്ത്. അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഒരു സെഷൻ രോഗശാന്തി ശുശ്രൂഷ സമയമായിരുന്നു. ആ സമയത്ത് ബെന്നി ഹിൻ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുന്നുണ്ട്. കൈ ഇങ്ങനെ പൊക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ മറിഞ്ഞും കെട്ട് വീഴാണ്. എല്ലാവരും മറിഞ്ഞും കെട്ട് വീണ്, എക്സെപ്റ്റ് ഈ വയലിനിസ്റ്റുമാരുടെ, കേരളത്തിൽ നിന്ന് പോയ വയലിനിസ്റ്റുമാരുടെ ഗ്രൂപ്പ് ആരും വീണില്ല. എന്നിട്ട് അവർ അഭിമാനത്തോടെ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഈ മനുഷ്യന് വിശ്വാസമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതൊരു തട്ടിപ്പൊരു ബിസിനസ് എന്ന രീതിയിൽ ഞങ്ങൾ കണ്ടത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അയാൾ ഒരു വിശ്വാസം ഉണ്ടായില്ല. ഇവരും മറിഞ്ഞും കെട്ട് വീണില്ല. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. പക്ഷേ ഇവർക്ക് ഒരു അത്ഭുതവും കിട്ടിയില്ല. എന്താ അർത്ഥം? ഇത് അൺബിലീഫാണ്. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നില്ല. ഇതാണ് ഈശോ നാട്ടിൽ ചെല്ലുമ്പോൾ ഈശോയുടെ നാട്ടുകാർ ഈശോയോട് കാണിച്ചത്. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നില്ലെന്നുള്ളതാണ്. ഈശോയ്ക്ക് അവിടെ അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയുക. അതിനർത്ഥം ഈശോ അവിടെ പവർലെസ് ആയെന്നുള്ളതല്ല. കാരണം ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ മനുഷ്യൻ്റെ ആവശ്യമില്ല, മനുഷ്യൻ്റെ വിശ്വാസം ആവശ്യമില്ല. കാരണം ജീസസ് ഈസ് ഗാഡ് ഇൻ ഫ്ലഷ്, ഈസ് ഓൾ പവർഫുൾ. അതുകൊണ്ട് ഈശോയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യാം. അതിന് മനുഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ഈശോയ്ക്ക്
ഇവിടെ കഴിയാഞ്ഞത് ഈശോ അവരോട് കാണിക്കുന്ന കാരുണ്യമാണ്. ഇറ്റ് ഈസ് ഗോഡ്സ് മേഴ്സി. ഈശോയുടെ മേഴ്സിയാണ് ആ നാട്ടുകാരോട്. എന്തുകൊണ്ടാണ് കാണിക്കാഞ്ഞത്? കാരണം വിശ്വാസം ഇല്ലാത്തവരുടെ മുമ്പിൽ നമ്മൾ എന്ത് അത്ഭുതം കാണിച്ചാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ആ അത്ഭുതം വേസ്റ്റാണ്. അവിടെ മനസ്സ് കൂടുതൽ കട്ടിയാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈജിപ്ത് അടിമത്തത്തിൽ കഴിയുമ്പോൾ ഫറവോ രാജാവിൻ്റെ മുന്നിലേക്ക് എത്ര പ്ലാഗാണ് വരുന്നത്? 10 പ്ലാഗുകൾ വരുന്നുണ്ട്. ഓരോ പ്ലാഗും കഴിയുമ്പോൾ മാനസാന്തരപ്പെട്ടു എന്ന് അവൻ പറയുന്നു. അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു, അങ്ങനെ അത് മാറ്റുന്നു. അപ്പം മനസ്സ് വീണ്ടും അവൻ്റെ മനസ്സ് കട്ടിയായി എന്ന് പറയാം, ഹാർഡ് ഹാർട്ടൻഡ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അത് കൂടുതൽ അപകടത്തിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഈശോ സ്വന്തം നാട്ടുകാരോട് കാണിക്കുന്ന ഒരു മേഴ്സിയാണ് ഈശോ അവിടെ കൂടുതൽ അത്ഭുതങ്ങൾ കാണിക്കാതിരുന്നത്. കാരണം എന്തിനാണ് വീണ്ടും അവരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്? എന്തിനാണ് അവരുടെ ഹൃദയ കാഠിന്യം കൂടുതൽ കൂട്ടുന്നതെന്ന് ചിന്തിച്ചത്. നമ്മുടെ ലൈഫിൽ ചില ആൾക്കാർ നമ്മൾ കണ്ടുമുട്ടും. നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കാം. അവർ വരും, ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല, ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, അങ്ങനെ ആൾക്കാരൊക്കെ വരും. നമ്മൾ ഉടനെ തന്നെ ദൈവത്തെക്കുറിച്ച് പറയും, അന്ന് അവരെ ഉടനെ മാറ്റിക്കളയാമെന്ന് ചിന്തിക്കരുത്. അവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന അത്ഭുതങ്ങൾ, പറയുന്ന കാര്യങ്ങളൊക്കെ അവരെ കൂടുതൽ ചിലപ്പോൾ കഠിന ഹൃദയരാക്കാനേ സാധ്യതയുള്ളൂ. ലെറ്റ് us വെയിറ്റ് ഫോർ ദം, ലെറ്റ് us പ്രേ ഫോർ ദം. ദൈവം നേരിട്ട് അവരെ ഇടപെടുന്നത് വരെ, വിശ്വാസം കൊടുക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കണം. സാവൂൾ എന്നുള്ളത് ക്രിസ്ത്യാനിൽ പീഡിപ്പിച്ചെടുത്ത മനുഷ്യനാണല്ലോ. അവിടെ ഒരു ഡെമാസ്കസിലേക്ക് പോണ വഴി കുതിരപ്പുറത്തുനിന്ന് ദൈവം ഒരു തട്ട് കൊടുത്തല്ലേ ഇടുന്നത്. അവിടെയാണല്ലോ പിന്നെ പൗലോസ് എന്ന് പറഞ്ഞ തീക്ഷ്ണമതിയായ ഒരു അപ്പോസ്തലൻ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹാപ്പി സൺഡേ.